ഹായ് ഫ്രണ്ട്സ്, കിച്ചൺ മാജിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചീസ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഒരു 1/2 kg ചീസ് മിൽക്ക് കേക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അര കപ്പ് മൈദയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റുക. കറക്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇത് ആവശ്യമില്ല, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് പകരം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ള് ഉപ്പ്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു 3 പ്രാവശ്യം സേവ് ചെയ്യുക. 1/2 കിലോ കേക്കിന് ഞാൻ ഒരു 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇത് മുട്ട വെള്ളയും മുട്ട മഞ്ഞയും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. 3 മുട്ട വെള്ളയും മുട്ട മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തേക്കുന്നതാണിത്. ഇതിൽ ഞാൻ 2 മുട്ടയുടെ മഞ്ഞയാണ് എടുത്തിട്ടുള്ളൂ. ഒരെണ്ണം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല. മുട്ട വെള്ളം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട വെള്ളം എടുക്കുന്ന പാത്രം നല്ല ഡ്രൈ ആയിരിക്കണം, ഒട്ടും വെള്ളം പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ മുട്ട പൊങ്ങി വരില്ല. മുട്ട നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇതിലേക്ക് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ. 1/2 കപ്പ് മൈദയ്ക്ക് സാധാരണ 1/2 കപ്പ് ഷുഗർ പൗഡറാണ് ചേർക്കാറ്. അത്രയും ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര മധുരമായിരിക്കും. അതുകൊണ്ട് ഞാൻ 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡറാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർത്താൽ ഈ മുട്ട താന്നിടും. മുട്ട വെള്ളം നമുക്കിത് ഈ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, താഴെ പോകുന്നില്ല. ഈ ഒരു രൂപത്തിൽ കിട്ടണം. ഇങ്ങനെ കിട്ടണമെങ്കിൽ ഈ പാത്രം ഡ്രൈ ആയിരിക്കണം, നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലെൻഡറും ഡ്രൈ ആയിരിക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കുറേശ്ശെ ഷുഗർ പൗഡർ ആഡ് ചെയ്താലാണ് ഇങ്ങനെ കിട്ടുള്ളൂ. ഒരുമിച്ചിട്ടാൽ ഇത് താന്നു പോവും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. ഒരു 3/4 ടീസ്പൂൺ വാനില എസൻസ്, 1/4 ടീസ്പൂണും ഒരു 1/2 ടീസ്പൂണും, 1 ടീസ്പൂൺ തേൻ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ കേക്കിന് മുട്ടയുടെ മണം ഒട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. ഇതൊന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇത് മുട്ട മഞ്ഞ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 4 ടേബിൾ സ്പൂൺ പാലാണ്. ഇത് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. മുഴുവൻ ഒരുമിച്ച് ചേർക്കരുത്, നമുക്ക് ചിലപ്പോൾ മുഴുവൻ ആവശ്യം വരത്തില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നാല് ടേബിൾ സ്പൂൺ പാലെടുത്തതിൽ ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമില്ല. മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എഗ് വൈറ്റും ഷുഗർ പൗഡറും മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് മുഴുവൻ ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ കേക്ക് സോഫ്റ്റ് ആവും. കേക്കിൻ്റെ ബാറ്റർ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഒരുപാട് ഇളക്കിയ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. സോഫ്റ്റായിട്ട് പതിയെ ഹോൾഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വയ്ക്കുക.
ഞാനൊരു 6 ഇഞ്ചിൻ്റെ മോൾഡിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 5 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുക. 10 മിനിറ്റ് പ്രീ ഹീറ്റായ ഓവനിലേക്ക് വെച്ച് കൊടുക്കുക. ആദ്യത്തെ 5 മിനിറ്റ് 200 ഡിഗ്രിയിൽ സെറ്റ് ചെയ്യുക. ശേഷം 5 മിനിറ്റ് ആയതിനു ശേഷം ഒരു 20 മിനിറ്റ് 160 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. 160 ഡിഗ്രിയിൽ കൂടുതലാവരുത്. നമ്മുടെ കേക്ക് ഞാൻ 3 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ്, നല്ല വൈറ്റ് കളറും ഉണ്ട്. നമുക്കിനി ഇത് ഐസിങ് ചെയ്യാം. ഷുഗർ സിറപ്പിന് പകരം 1/2 കപ്പ് നല്ല ചൂടുവെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്ത് തണുപ്പിച്ച് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തേക്കുന്നതാണിത്. ഇതാണ് ഞാൻ സോക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഐസിങ് ചെയ്യാൻ ഞാൻ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല തണുപ്പുള്ള വിപ്പിംഗ് ക്രീം ആയിരിക്കണം. അതുപോലെ ഇതുപോലെ കട്ട പാടില്ല. ബീറ്റ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കട്ട മാറ്റിയതിന് ശേഷം ബീറ്റ് ചെയ്യുക. 5 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്ത ക്രീമാണിത്. നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തെ 2 മിനിറ്റ് ലോ സ്പീഡിലും 3 മിനിറ്റ് ഹൈ സ്പീഡിലും, ടോട്ടൽ 5 മിനിറ്റ്. 5 മിനിറ്റിൽ കൂടാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. 25 ഗ്രാം ക്രീം ചീസാണിത്. ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഇതെനിക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ്. ബാക്കിയുള്ളതിലേക്ക് നമുക്ക് ക്രീം ചീസും മിൽക്ക് മെയ്ഡും ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇനി ഒന്ന് നന്നായി ബീറ്റ് ചെയ്ത് എടുക്കുക. മിക്സായാൽ മാത്രം മതി. മാറ്റി വെച്ചിരുന്ന വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ അല്പം ഓറഞ്ച് കളർ ചേർക്കുകയാണ്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പാൽപ്പൊടിയും മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്തെടുത്തേക്കുന്ന സിറപ്പാണിത്. ഇത് നമുക്ക് കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ചിപ്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അടുത്ത ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്യാം. നമ്മുടെ കേക്ക് ഒന്ന് ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു റോസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് സൈഡിൽ കൂടെ ചെയ്ത് കൊടുത്തേക്കുന്നത്.